ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ സ്നാക്കിൻ്റെ രൂപവും ഭാവവും ഒന്നും കണ്ടിട്ട് പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മൈദ ഞാനൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ എള്ളാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എള്ള് ചേർക്കുമ്പോൾ എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും, കാണാനും ഒരു ഭംഗി ഉണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കണത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതിയാവും. അത് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഒരല്പം നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഓയിൽ ചേർത്തത്. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ രണ്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ആദ്യം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം നമ്മൾ നോർമൽ വാട്ടർ ചേർത്താൽ മതിയാവും. അപ്പോൾ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് വെളിച്ചെണ്ണ ചേർത്തിട്ട് എല്ലാവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ലൊരു സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടും. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നേരം മതിയാവും. ഏകദേശം 10-20 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി നമ്മളെല്ലാം ഒന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടോ അതായത് ഇതുപോലുള്ള ഒരു പലകയുടെ മുകളിലിട്ടിട്ടോ ഇതുപോലെ പൊടി മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കനം നന്നായിട്ട് കുറയ്ക്കാം. ഒരുപാടൊന്നുമല്ല, നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ എള്ള് കിടക്കണ കാരണം ഒരുപാട് തിന്നായിട്ട് നമുക്ക് കിട്ടില്ല. ആ ഒരു എള്ളിൻ്റെ ആ ഒരു കട്ടിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. വേറെ ഒന്നുമല്ല, അതിന് എനിക്കൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരികൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു സ്ക്വയർ പീസാക്കി മാറ്റിയേക്കാണ്. ഇനി ആ സ്ക്വയർ പീസിനെ ഞാനിതുപോലെ 4 കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അത് പൊരിച്ച് വരുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഈ 4 പീസിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ അറ്റം കട്ട് ചെയ്ത് പോവാതെ ഒരു ചെറിയൊരു പാട് പോലെ ഉണ്ടാക്കിയിടുകയാണ്. അതാകുമ്പോൾ വിട്ട് നമ്മളിങ്ങനെ പൊരിക്കുമ്പോൾ വിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഓരോ ഷേപ്പും നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓരോ ഷേപ്പും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇനി നമ്മളിതുപോലെ എല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളിനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി ഒരു മീഡിയം ഹീറ്റിലേക്ക് ഇടുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി പോകും. ഒരുപാട് ചൂട് കൂടാനും പാടില്ല. അപ്പോൾ ക്രിസ്പി ആവില്ല, പക്ഷേ പകരം പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ട് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചായ തിളക്കണ നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നേരമൊന്നും വേണ്ട. നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ ഇത് തീരണ വരെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരുപാട് നാളൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഒരുപാട് നാളൊന്നും നമ്മൾ വെക്കില്ലല്ലോ. നമ്മളുടെ ആവശ്യം പോലെ എടുത്ത് പിന്നെ കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.